ഒരുപാട് പുണ്യകർമ്മങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മഹാന്മാരായ താബിഈങ്ങളും താബിഈങ്ങളും അൽഅഇമ്മത്തുൽ മുജ്തഹിദൂൻ ഇമാമികളും ആലിമീങ്ങളും പൂർവികരും നമ്മുടെ പിതാന്മാന്മാരും പൂർവികരെല്ലാം നമുക്ക് കാണിച്ചു തന്നൊരു സദാചാരമാണ്, സൽക്കർമ്മമാണ്. റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹിയായിട്ട് മൗലിദ് നബി ആയിട്ട് വിവിധ പരിപാടികൾ, മൗലിദ് ഓതലും ഖുർആൻ ഓതലും ഹദീസ് ഓതലും ഭക്ഷണം കൊടുക്കലും റാലി നടത്തലും. റസൂലുള്ളാഹിനെ സ്വീകരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി ഹിജ്റ വന്നപ്പോൾ സ്വഹാബത്ത് ത്വലഅൽ ബദ്റു ചൊല്ലിക്കൊണ്ട് റാലി തന്നെയല്ലേ, റാലിയാണല്ലോ, റാലി സ്വീകരിച്ചു ആനയിച്ചില്ല. അങ്ങനെ എല്ലാ നബിദിനത്തിന്റെ വില നമ്മൾ നടത്തുന്ന ആരെങ്കിലും അല്ല, നമ്മൾ ഇതൊന്നും അല്ലാത്തവർക്ക് ഒരു സ്വന്തം കാട്ടിക്കുട്ടിയിൽ എന്തെങ്കിലും പുതിയതുണ്ടാക്കി ഇസ്ലാമിനെ ഇറക്കാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഉത്തരവാദിയല്ല. ഇവിടെ പൂർവിക കാണിച്ചെന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ ദഫൊക്കെ തന്നെ നടത്തുമ്പോൾ അതിൽ ഓവറായ നിരക്ക് വളരെയധികം വെറുതെ ആഭാസകരമായ നിൽക്കുള്ള ഡാൻസുകളും മറ്റുമെല്ലാം നടത്തുകയാണെങ്കിൽ അതൊന്നും ഭയപ്പെട്ടല്ലോ. ദഫ് ശരിയാണ്. ആ ദഫിൽ അമിതമായ നിൽക്കുള്ള ഡാൻസ്, മറ്റ് കോമാളി ഓപ്പറാട്ടെല്ലാം മേടിച്ചിങ്ങനെ പരിപാടി നടത്തൽ, അതൊന്നും നമ്മളാരും ആലിങ്ങളാരും പ്രോത്സാഹിപ്പിച്ച കാര്യമല്ല, ഇടയിൽ ഉണർത്തുകയാണ്. അങ്ങനെ അതുപോലെ എന്ത് പെണ്ണുങ്ങള് നബിദിന റാലിയിൽ പെണ്ണുങ്ങള് പങ്കെടുത്തുകൊണ്ട് പെണ്ണുങ്ങൾക്കും വേണ്ട റാലി എൻ്റെ പെണ്ണുങ്ങൾ പങ്കെടുക്കുക, പെണ്ണുങ്ങളെ പ്രകടനം, അതൊന്നും ഇസ്ലാം അനുവദിച്ചതുമല്ല, ആലിങ്ങളാരും ഇതിനെ പ്രോത്സാഹിപ്പിച്ചതുമല്ല, പൂർവ്വീര് കാണിച്ചതുമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഉത്തരവാദിത്തം അല്ലാത്ത കാര്യങ്ങളായി പറഞ്ഞ് ഇതെല്ലാം പൂർവികരായ ആളുകൾ നമുക്ക് കാണിച്ചു തന്നതാണ്. മഹാന്മാരായ ആലിമികൾ ഇമാമികൾ നേതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന് പറഞ്ഞതും നിർദ്ദേശിച്ചതുമാണ്.